ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയറിലെ PSC ചോദിച്ച ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ: ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ഈസ് ഡാഷ് സെൻറ്റൻസ്. ഓപ്ഷൻസ്: അഫിർമേറ്റീവ് സെൻറ്റൻസ്, ഓപ്ഷൻ ബി നെഗറ്റീവ്, ഓപ്ഷൻ സി ഇമ്പാരറ്റീവ്, ഓപ്ഷൻ ഡി ഇൻട്രോഗേറ്റീവ്. ആൻസർ: ഓപ്ഷൻ സി ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ഇമ്പാരറ്റീവ് സെൻറ്റൻസ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, വാർണിംഗ്, സജഷൻ തുടങ്ങിയ രീതിയിൽ വരുന്ന വാക്യങ്ങളാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. എക്സാമ്പിൾ: ഓപ്പൺ ദ ഡോർ, പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, സ്റ്റഡി വെൽ, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, ഡോണ്ട് ഡ്രൈവ് ഫാസ്റ്റ്. ഇതെല്ലാം എക്സാമ്പിളാണ്. ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് യു ആയിരിക്കും, എന്നാൽ വാക്യങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കാറില്ല. ക്വസ്റ്റ്യൻ: ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ദിസ് സെൻറ്റൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഇമ്പാരറ്റീവ്, ഓപ്ഷൻ ബി എക്സ്ക്ലമേറ്ററി, ഓപ്ഷൻ സി അസർട്ടീവ്, ഓപ്ഷൻ ഡി ഇൻട്രോഗേറ്റീവ്. ആൻസർ: ഓപ്ഷൻ സി അസർട്ടീവ്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇത് അവസാനിക്കുന്നത് പൂർണ്ണവിരാമത്തിൽ, ഫുൾ സ്റ്റോപ്പിലാണ്. ഉദാഹരണം: ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി, രവി ഈസ് എ ജെൻറ്റിൽമാൻ. ഇതെല്ലാം എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ: ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ഇമ്പാരറ്റീവ്, ഓപ്ഷൻ ബി ഇൻട്രോഗേറ്റീവ്, ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ്, ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. ആൻസർ: ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ്. ക്വസ്റ്റ്യൻ: ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ഡിക്ലറേറ്റീവ്, ഓപ്ഷൻ ബി ഇൻട്രോഗേറ്റീവ്, ഓപ്ഷൻ സി ഇമ്പാരറ്റീവ്, ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് ഒരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ആണെങ്കിൽ ആ സെൻറ്റൻസ് എന്താണ്? ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ഇമ്പാരറ്റീവ്. ക്വസ്റ്റ്യൻ: മേ ഗോഡ് ഹെൽപ്പ് യു is a dash sentence. May God help you is dash sentence. Option A assertive, option B interrogative, option C imperative, option D exclamatory. Answer: option C imperative. Question: how cute the baby looks is an example of. Option A interrogative sentence, option B exclamatory sentence, option C declarative sentence, option D imperative sentence. ആൻസർ: ഓപ്ഷൻ ബി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആഹ്ലാദം, അത്ഭുതം, ദുഃഖം തുടങ്ങിയ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണിവ. ഈ വാക്യങ്ങളിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നു, എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സാമ്പിൾ: വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ്. ക്വസ്റ്റ്യൻ: പ്ലീസ് കം ഇൻ ഈസ് എ ഡാഷ് സെൻറ്റൻസ്. ഓപ്ഷൻ എ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഓപ്ഷൻ ബി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഓപ്ഷൻ ഡി ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ആൻസർ: ഓപ്ഷൻ ഡി ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ലുക്ക് ബിഫോർ യു ലീപ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ലുക്ക് ബിഫോർ യു ലീപ്. ഓപ്ഷൻസ്: എ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഓപ്ഷൻ ബി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഓപ്ഷൻ ഡി ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ആൻസർ: ഓപ്ഷൻ ഡി ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ഇന്ന് നമ്മൾ നോക്കിയത് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പം സെൻറ്റൻസ് പ്രധാനമായും 4 തരത്തിലാണുള്ളത്. 1 അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, 2 ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, 3 ഇമ്പാരറ്റീവ് സെൻറ്റൻസ്, 4 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇതൊരു പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. ഉദാഹരണം: ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി, രവി ഈസ് എ ജെൻറ്റിൽമാൻ തുടങ്ങിയവ. അടുത്തൊരു സെൻറ്റൻസ് ആണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, അഡ്വൈസ്, വാർണിംഗ്, സജഷൻ തുടങ്ങിയ രീതിയിൽ വരുന്ന വാക്യങ്ങളാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം: ഓപ്പൺ ദ ഡോർ, പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, സ്റ്റഡി വെൽ, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, ഡോണ്ട് ഡ്രൈവ് ഫാസ്റ്റ് തുടങ്ങിയവയാണ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ്. ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളുടെ സബ്ജക്റ്റ് യു ആയിരിക്കും, എന്നാൽ വാക്യങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കാറില്ല. അടുത്തൊരു സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദം, അത്ഭുതം, ദുഃഖം തുടങ്ങിയ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളാണിവ. ഈ വാക്യങ്ങളിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നു.
എക്സാമ്പിൾ വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ദ ഫ്ലവർ ഈസ് തുടങ്ങിയവ. അടുത്ത സെൻറ്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ചോദ്യ രൂപത്തിലുള്ള വാക്യമാണിത്. ക്വസ്റ്റ്യൻസ് രൂപത്തിലായിരിക്കും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇത് അവസാനിക്കുന്നത് ചോദ്യചിഹ്നത്തിലാണ്. എക്സാമ്പിൾ വെർ ഡു യു ലീവ്, ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക്. ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. സെൻറ്റൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്